ഇന്ന് നമ്മള് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 23/11/2024 ചോദിച്ച ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവന? ഓപ്ഷൻ എ ഡൽഹൌസി പ്രഭു, ഓപ്ഷൻ ബി ലിട്ടൺ പ്രഭു, ഓപ്ഷൻ സി വില്യം ബെന്റിക് പ്രഭു, ഓപ്ഷൻ ഡി മൗണ്ട് ബാറ്റൻ പ്രഭു. അത് ഓപ്ഷൻ സി വില്യം ബെന്റിക് പ്രഭു ആണ് കേട്ടോ. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇത് ആര് പറഞ്ഞ പ്രസ്താവനയാണെന്ന് ചോദിച്ചാല് അത് വില്യം ബെന്റിക് ആണ് കേട്ടോ. ഇനി ഉദാര മനസ്കനായിട്ടുള്ള ഗവർണർ ജനറൽ ആരാണെന്ന് വെച്ചാൽ അത് വില്യം ബെന്റിക് ആണ് കേട്ടോ. ഉദാര മനസ്കനായിട്ടുള്ള ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാല് അത് വില്യം ബെന്റിക് ആണ്. ഇനി ഇന്ത്യയില് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് ആണ് കേട്ടോ. ഇന്ത്യയില് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാല് അത് വില്യം ബെന്റിക് ആണ്. ഇനി പെൺ ശിശുഹത്യ, നരബലി എന്നിവ നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് ആണ് കേട്ടോ. അപ്പം അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയാണ് പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. രണ്ടാമത്തെ പ്രസ്താവന ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക. മൂന്നാമത്തെ പ്രസ്താവന ലക്നൌ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഇനി ഫൈസാബാദിൽ ആരാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 വിപ്ലവം നയിച്ചത്? അത് മൗലവി അഹമ്മദുള്ളയാണ് കേട്ടോ. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ളയാണ് കേട്ടോ. ആഗ്ര, ഔദ്, ലക്നൗ, അയോധ്യ. ആഗ്ര, അയോധ്യ, ലക്നൗ, ഔദ്. ഇവിടെയൊക്കെ ആരാണ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്? ആഗ്ര, അയോധ്യ, ലക്നൗ, ഔദ്. അത് ബീഗം ഹസ്രത്ത് മഹൽ ആണ് കേട്ടോ. ആഗ്ര, അയോധ്യ, ലക്നൗ, ഔദ്. ഇവിടെയൊക്കെ കലാപത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ ആണ്. ഇനി ബീഹാറില് കൻവർ സിംഗ് ആണ്. ബീഹാർ ജഗദീഷ്പൂർ കൻവർ സിംഗ്. ഡൽഹിയിൽ ആരാണ് വിപ്ലവം നയിച്ചതെന്ന് ചോദിച്ചാല് അത് ബഹദൂർ ഷാ സെക്കൻഡ്, ജനറൽ ഭക്ത് ഖാൻ. ഡൽഹിയില് രണ്ടുപേരുണ്ട്, ബഹദൂർ ഷാ സെക്കൻഡ്, ജനറൽ ഭക്ത് ഖാൻ. ഇനി ഗോളിയോറില് വിപ്ലവം നയിച്ചത് റാണി ലക്ഷ്മിബായ് താന്തിയ തോപ്പി. ഗോളിയാറില് റാണി ലക്ഷ്മിബായ് താന്തിയ തോപ്പി. ബുന്ദേൽഖട്ട്, ഝാൻസി എന്നിവിടങ്ങളിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായ് ആണ് കേട്ടോ. ബുന്ദേൽഖട്ട്, ഝാൻസി ഇവിടെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായ് ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദാദാബായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം. ഓപ്ഷൻ എ ഇന്ത്യൻ അൺട്രസ്റ്റ്, ഓപ്ഷൻ ബി ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ, ഓപ്ഷൻ സി ഇന്ത്യൻ സ്ട്രഗിൾ, ഓപ്ഷൻ ഡി പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അത് ഓപ്ഷൻ ഡി പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണെന്ന് ചോദിച്ചാല് അത് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇനി ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ. ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്ന് വെച്ചാൽ അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന. ഓപ്ഷൻ എ സത്യശോധക് സമാജ്, ഓപ്ഷൻ ബി തിയോസഫിക്കൽ സൊസൈറ്റി, ഓപ്ഷൻ സി അലിഗഡ് പ്രസ്ഥാനം, ഓപ്ഷൻ ഡി പ്രാർത്ഥനാ സമാജം. ക്വസ്റ്റ്യൻ എന്ന് പറയാം, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന. അത് ഓപ്ഷൻ സി അലിഗഡ് പ്രസ്ഥാനമാണ് കേട്ടോ. ഇനി അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? അലിഗഡ് പ്രസ്ഥാനം അത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് കേട്ടോ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് കേട്ടോ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്കായി വാദിച്ച നേതാവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ കേട്ടോ. ഇനി സത്യശോധക സമാജ് ആരാ സ്ഥാപകൻ? സത്യശോധക സമാജം സ്ഥാപിച്ചത് ആരാണ്? അത് ജ്യോതിബ ഫുലെ ആണ് കേട്ടോ. ജ്യോതിബ ഫുലെ. ഇനി അതിന്റെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു. പിന്നോക്ക വിഭാഗക്കാർക്കായിട്ട് വിദ്യാലയങ്ങൾ ആരംഭിച്ചു. എന്നൂടെ പറയാം, ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു. പിന്നോക്ക വിഭാഗങ്ങൾക്കായിട്ട് വിദ്യാലയങ്ങൾ ആരംഭിച്ചു. സത്യശോധക സമാജം, ജ്യോതിബ ഫുലെ. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ
തിയോസഫിക്കൽ സൊസൈറ്റി ആരാണ് സ്ഥാപിച്ചത്? തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? അത് ആനി ബസന്റ് ആണ് കേട്ടോ. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ്. അതിന്റെ പ്രധാന ആശയം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണത്തിനായിട്ട് നിലകൊണ്ടു കേട്ടോ. ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണത്തിനായിട്ട് നിലകൊണ്ടു. ഇനി പ്രാർത്ഥനാ സമാജം സ്ഥാപകൻ ആരാണ്? പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ്? അത് ആത്മാറാം പാണ്ഡുരാങ്ക് ആണ് കേട്ടോ. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരാങ്ക്. പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മിശ്ര ഭോജനം, മിശ്ര വിവാഹം, വിധവ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു കേട്ടോ. മിശ്ര ഭോജനം, മിശ്ര വിവാഹം, വിധവ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ട പ്രസ്ഥാനമാണ് പ്രാർത്ഥനാ സമാജം എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് അമൃത് ബസാർ പത്രിക, രണ്ടാമത് പറയുന്നു സ്വദേശി ചിത്രം, മൂന്നാമത്തെ പ്രസ്താവന മിറാത്ത് ഉൾ അക്ബർ, നാലാമത് പറഞ്ഞിരിക്കുന്നത് സംവാദ് കൗമുദി. അത് ഓപ്ഷൻ ബി 3ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് മിറാത്ത് ഉൾ അക്ബർ, സംവാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് 1821 ബംഗാളി ഭാഷയിൽ പുറത്തിറക്കിയ പത്രം ഏതാണ്? 1821 ബംഗാളി ഭാഷയിൽ പുറത്തിറക്കിയ പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് സംവാദ് കൗമുദിയാണ് കേട്ടോ. ഇനി രാജാറാം മോഹൻ റോയ് 1822 പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ പത്രം ഏതാണെന്ന് ചോദിച്ചാല് അത് മിറാത്തുൽ അക്ബർ ആണ് കേട്ടോ. മിറാത്തുൽ അക്ബർ. ഇനി അമൃത് ബസാർ പത്രിക എന്ന പത്രം സ്ഥാപിച്ച ആരാണ്? അമൃത് ബസാർ പത്രിക അത് ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ആണ് കേട്ടോ. അമൃത് ബസാർ പത്രിക സ്ഥാപിച്ചത് ആരാണെന്ന് വെച്ചാൽ ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്. ഓപ്ഷൻ എ അയ്യത്താൻ ഗോപാലൻ, ഓപ്ഷൻ ബി ബ്രഹ്മാനന്ദ ശിവയോഗി, ഓപ്ഷൻ സി വാഗ്ബടാനന്ദൻ, ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. അത് ഓപ്ഷൻ എ ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ് കേട്ടോ. രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണെന്ന് വെച്ചാൽ അത് അയ്യത്താൻ ഗോപാലനെയാണ്. കേരളത്തിൽ ബ്രഹ്മസമാജ പ്രവർത്തനങ്ങളുടെ അമരക്കാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കേരളത്തിൽ ബ്രഹ്മസമാജ പ്രവർത്തനങ്ങളുടെ അമരക്കാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അയ്യത്താൻ ഗോപാലൻ കേട്ടോ. ബ്രഹ്മസമാജത്തിന്റെ കേരളത്തിലെ ശാഖ കോഴിക്കോട് ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാല് അത് അയ്യത്താൻ ഗോപാലനാണ്. ബ്രഹ്മസമാജത്തിന്റെ കേരളത്തിലെ ശാഖ കോഴിക്കോട് ആരംഭിച്ചത് അയ്യത്താൻ ഗോപാലനാണ്. ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ദേവേന്ദ്രനാഥ ടാഗോർ രചിച്ച ബ്രഹ്മധർമ്മ എന്ന കൃതി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് അയ്യത്താൻ ഗോപാലൻ. ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ദേവേന്ദ്രനാഥ ടാഗോർ രചിച്ച ബ്രഹ്മധർമ്മ എന്ന കൃതി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തി ആരാണെന്ന് വെച്ചാൽ അത് അയ്യത്താൻ ഗോപാലനാണ്. അയ്യത്താൻ ഗോപാലന് ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ ഓണററി പുരസ്കാരമാണ് റാവു സാഹേബ് എന്ന കേട്ടോ. അയ്യത്താൻ ഗോപാലന് ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ ഓണററി പുരസ്കാരമാണ് റാവു സാഹേബ്. സാരഞ്ജനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചത് ആരാണെന്ന് ചോദിച്ചാല് അത് അയ്യത്താൻ ഗോപാലനാണ് കേട്ടോ. സാരഞ്ജനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചത് അയ്യത്താൻ ഗോപാലനാണ്. സുഗുണവർദ്ധിനി എന്ന സംഘടനയുടെ സ്ഥാപകൻ, സുഗുണവർദ്ധിനി എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാല് അത് അയ്യത്താൻ ഗോപാലനാണ് കേട്ടോ. കേരളത്തിൽ ബ്രഹ്മസമാജ പ്രവർത്തനങ്ങളുടെ അമരക്കാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അയ്യത്താൻ ഗോപാലൻ. കേരളത്തിൽ ബ്രഹ്മസമാജ പ്രവർത്തനങ്ങളുടെ അമരക്കാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് അയ്യത്താൻ ഗോപാലനാണ്. ബ്രഹ്മസമാജത്തിന്റെ കേരളത്തിലെ ശാഖ കോഴിക്കോട് ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാല് അത് അയ്യത്താൻ ഗോപാലനാണ്. ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ദേവേന്ദ്രനാഥ ടാഗോർ രചിച്ച ബ്രഹ്മധർമ്മ എന്ന കൃതി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് അയ്യത്താൻ ഗോപാലനാണ്. അയ്യത്താൻ ഗോപാലന് ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ ഓണററി പുരസ്കാരമാണ് റാവു സാഹേബ്. സാരഞ്ജനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങള് രചിച്ചത് ആരാണെന്ന് ചോദിച്ചാല് അയ്യത്താൻ ഗോപാലനാണ് കേട്ടോ. അയ്യത്താൻ ഗോപാലന്റെ പ്രശസ്തമായിട്ടുള്ള നാടകങ്ങളാണ് സാരഞ്ജനി പരിണയം, സുശീല ദുഃഖം. സുഗുണവർദ്ധിനി എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് അയ്യത്താൻ ഗോപാലനാണ്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. 1821 രാമനമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യർ കലാപത്തിന്റെ കാരണം. ക്വസ്റ്റ്യൻ 1812 പകരം 1821 എന്നാണ് കൊടുത്തത് കേട്ടോ. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കി. അപ്പം അതിന്റെ കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്. രണ്ടാമത്തെ പ്രസ്താവന നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്.
മൂന്നാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കി. അപ്പം ഈ കുറിച്യർ കലാപം നടന്ന വർഷം എന്നാണ്? കുറിച്യർ കലാപം നടന്ന വർഷം അത് 1812 കേട്ടോ. അപ്പം കുറിച്യർ കലാപത്തിന്റെ കാരണം എന്തൊക്കെയാണ്? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, പിന്നെന്താണ്? നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് കേട്ടോ. ഇനി ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. കുറിച്യർ കലാപത്തെ കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ. കുറിച്യർ കലാപത്തെ കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ടി.എച്ച്. ബേബർ കേട്ടോ. ഇനി കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അത് കുമാരൻ വയലേരിയാണ് കേട്ടോ. കുമാരൻ വയലേരി. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി കണ്ണൂര്, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി കണ്ണൂര്, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. അത് ഓപ്ഷൻ സി പാലക്കാടാണ് കേട്ടോ. കേരളത്തിന്റെ സബർമതി എന്നറിയപ്പെടുന്ന ആശ്രമമാണ് ശബരി ആശ്രമം കേട്ടോ. കേരളത്തിന്റെ സബർമതി എന്നറിയപ്പെടുന്ന ആശ്രമം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശബരി ആശ്രമമാണ്. ഈ ശബരി ആശ്രമം സ്ഥാപിച്ച വ്യക്തി ആരാണെന്ന് വെച്ചാൽ അത് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യരാണ് കേട്ടോ. ശബരി ആശ്രമം സ്ഥാപിച്ച വ്യക്തി ആരാണെന്ന് വെച്ചാൽ അത് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യരാണ്. ഇനി ശബരി ആശ്രമത്തെ കേരള സബർമതി എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണെന്ന് വെച്ചാൽ അത് ഗാന്ധിജിയാണ്. ശബരി ആശ്രമത്തെ കേരള സബർമതി എന്ന വിശേഷിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജി 3 തവണ സന്ദർശിച്ച കേരളത്തിലെ ഏക സ്ഥാപനമാണ് ശബരി ആശ്രമം. എന്താണ്? ഗാന്ധിജി 3 തവണ സന്ദർശിച്ച കേരളത്തിലെ ഏക സ്ഥാപനം ഏതാണെന്ന് വെച്ചാൽ അത് ശബരി ആശ്രമമാണ് കേട്ടോ. എന്നൊക്കെയാണെന്ന് വെച്ചാൽ 1925, 1927, 1934. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇ.വി. രാമസ്വാമി നായിക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം. ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം, ഓപ്ഷൻ ബി ഗുരുവായൂർ സത്യാഗ്രഹം, ഓപ്ഷൻ സി അമരാവതി സത്യാഗ്രഹം, ഓപ്ഷൻ ഡി ബർദോളി സത്യാഗ്രഹം. അത് ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹമാണ്. എന്താണ്? ഒന്നുകൂടെ പറയാം. ഇ.വി. രാമസ്വാമി നായിക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണെന്ന് വെച്ചാൽ അത് വൈക്കം സത്യാഗ്രഹമാണ്. ഇനി വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ച നേതാവ് ആരാണ്? അത് ഇ.വി. രാമസ്വാമി നായിക്കരാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ച നേതാവ് ആരാണെന്ന് ചോദിച്ചാല് ഇ.വി. രാമസ്വാമി നായിക്കരാണ്. തമിഴ്നാട്ടിൽ 1925 സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തി ആരാണെന്ന് വെച്ചാൽ ഇ.വി. രാമസ്വാമി നായിക്കരാണ് കേട്ടോ. തമിഴ്നാട്ടിൽ 1925 സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തി ആരാണെന്ന് വെച്ചാൽ അത് ഇ.വി. രാമസ്വാമി നായിക്കരാണ്. ഇനി പെരിയോർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ഇ.വി. രാമസ്വാമി നായിക്കർ കേട്ടോ. പെരിയോർ എന്നും വൈക്കം വീരൻ എന്നും അറിയപ്പെടുന്നത് ഇ.വി. രാമസ്വാമി നായിക്കരാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം. ഓപ്ഷൻ എ ഇറ്റലി, ഓപ്ഷൻ ബി കാനഡ, ഓപ്ഷൻ സി ഇംഗ്ലണ്ട്, ഓപ്ഷൻ ഡി ഇന്ത്യ. അത് ഓപ്ഷൻ എ ഇറ്റലിയാണ് കേട്ടോ. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇറ്റലിയാണ്. ഇനി 2025 51ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം എവിടെയാണ്? 2025 51ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ചോദിച്ചാല് അത് കാനഡയാണ്. കാനഡ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം. ഓപ്ഷൻ എ സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം, ഓപ്ഷൻ ബി സഞ്ചരിക്കാനുള്ള അവകാശം, ഓപ്ഷൻ സി ഭാഷ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം, ഓപ്ഷൻ ഡി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അത് ഓപ്ഷൻ എ സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശമാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. ഇനി സ്വത്തവകാശം മൗലിക അവകാശം
അല്ലാതായി തീരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ ഏതാണ്? സ്വത്തവകാശം. മൗലിക അവകാശം അല്ലാതായി തീരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാല് അത് 1978 44 ഭേദഗതി നിയമമാണ് കേട്ടോ. 1978 44 ഭേദഗതി നിയമമാണ്. 44 ഭേദഗതി നിയമം നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാല് അത് മൊറാർജി ദേശായിയാണ്. 44 ഭേദഗതി നിയമം നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി മൊറാർജി ദേശായി, രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയാണ് കേട്ടോ. സ്വത്തവകാശം നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ ഭാഗം ചോദിച്ചാൽ ഭാഗം 12 കേട്ടോ. അനുച്ഛേദം 307 സ്വത്തവകാശം നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ ഭാഗം ചോദിച്ചാൽ ഭാഗം 12 അനുച്ഛേദം 300A. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 32, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 21, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 28, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 24. അത് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 24 കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 24. ഇനി ആർട്ടിക്കിൾ 21 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 21 അത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് കേട്ടോ. ആർട്ടിക്കിൾ 21 പറയുന്നത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. ഇനി ആർട്ടിക്കിൾ 28 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 28 പറയുന്നത് ഗവൺമെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത ആചാരങ്ങൾ നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചാൽ അത് 28 കേട്ടോ. ഗവൺമെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് മത ആചാരങ്ങൾ നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചാൽ അത് 28 കേട്ടോ. ഇനി ആർട്ടിക്കിള് 32 പറയുന്നത് എന്താണ്? 32 ഭരണഘടനാ പരമായിട്ടുള്ള പ്രതിവിധിക്കായുള്ള അവകാശമാണ് കേട്ടോ. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി, രണ്ടാമത് പറഞ്ഞിരിക്കുന്നു ഹൈക്കോടതി, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും, നാലാമത് പറഞ്ഞിരിക്കുന്നത് മുൻസിഫ് കോടതി. അത് ഓപ്ഷൻ സി ആണ്, സുപ്രീം കോടതിയും ഹൈക്കോടതിയാണ് കേട്ടോ. ഇനി മൗലിക അവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിനായിട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? മൗലിക അവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട് എന്നറിയപ്പെടുന്നത് കേട്ടോ. റിട്ട് എന്ന ആശയം കടമെടുത്തത് ഏതു രാജ്യത്ത് നിന്നാണ്? അത് ബ്രിട്ടൻ ആണ് കേട്ടോ. ഇനി സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ഏത് ആർട്ടിക്കിളിലാണ്? സുപ്രീം കോടതി ആർട്ടിക്കിൾ 32ഉം ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 226 കേട്ടോ. ഇനി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന റിട്ടുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? അത് 5 കേട്ടോ. 5 ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോവാറന്റോ. ഇനി ചോദിക്കാം, വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? അത് ഹേബിയസ് കോർപ്പസ് ആണ് കേട്ടോ. ശരീരം ഹാജരാക്കുക, നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥം. ഇനി മാൻഡമസ് എന്ന ലാറ്റിൻ വാക്കിനർത്ഥം എന്താണ്? മാൻഡമസ് എന്ന ലാറ്റിൻ വാക്കിനർത്ഥം നാം കൽപ്പിക്കുന്നു, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ഏതെങ്കിലും ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന വ്യക്തി അദ്ദേഹം ചെയ്യേണ്ട നിയമപരമായ കർത്തവ്യം നിർവഹിക്കാതിരിക്കുകയാണെങ്കിലോ അങ്ങനെ ചെയ്യുന്ന പക്ഷം അത് മറ്റൊരു വ്യക്തിയുടെ മൗലിക അവകാശത്തെ പ്രതികൂലമായി ബാധിക്കുകയോ ചെയ്യുമ്പോൾ ഇത്തരം ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് കേട്ടോ. ചെയ്യുകയാണെങ്കിലോ ആണ് ഇത്തരം ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഇനി പ്രൊഹിബിഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അത് തടയുക എന്നാണ് കേട്ടോ. പ്രൊഹിബിഷൻ എന്ന വാക്കിന്റെ അർത്ഥം തടയുക എന്നാണ്. ഈ ഉത്തരവ് സാധാരണഗതിയിൽ പുറപ്പെടുവിക്കുന്നത് ഒരു ഉയർന്ന നീതിപീഠമാണ് കേട്ടോ. ഈ നീതിപീഠം താഴെത്തട്ടിലുള്ള കോടതിയോട് അതിന്റെ അധികാര പരിധിക്ക് അപ്പുറമുള്ള കേസ് പരിഗണിക്കേണ്ട എന്ന് പറയുന്നു. ഇനി അടുത്ത റിട്ടാണ് സെർഷ്യോററി. സെർഷ്യോററി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? സാക്ഷ്യപ്പെടുത്തുക എന്നാണ് കേട്ടോ. സാക്ഷ്യപ്പെടുത്തുക. ഇതെന്താണ് പറയുന്നത്? ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. ഇനി അടുത്ത റിട്ടാണ് കോവാറന്റോ. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്ത് അധികാരം എന്നാണ് കോവാറന്റോ എന്ന വാക്കിന്റെ അർത്ഥം കേട്ടോ. അതിൽ പറയുന്നത് ഏതെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യത ഇല്ലാത്ത ആളാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോവാറന്റോ എന്ന് പറയുന്നത്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ,
ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. അത് ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചാല് അത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാല് അത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഇനി ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി ആരാണ്? ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിച്ച വ്യക്തി ആരാണ്? അത് BN റാവു ആണ് കേട്ടോ. BN റാവു. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി. ഓപ്ഷൻ എ ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ടുള്ളത്. ഓപ്ഷൻ ബി നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളത്. ഓപ്ഷൻ സി ധനബില്ലുകളുമായി ബന്ധപ്പെട്ടുള്ളത്. ഓപ്ഷൻ ഡി പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണം സംബന്ധിച്ചുള്ളത്. അപ്പം അത് ഓപ്ഷൻ ബി നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാന ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാല് അത് നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇനി 106 ഭരണഘടനാ ഭേദഗതി നിയമം 2023. നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാല് അത് 2023 സെപ്റ്റംബർ 28-നാണ് കേട്ടോ. 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം 2023 നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാല് 2023 സെപ്റ്റംബർ 28. ഒപ്പുവെച്ചത് ആരാണെന്ന് ചോദിച്ചാല് ദ്രൗപദി മുർമു ആണ് കേട്ടോ. സഭയിലും സംസ്ഥാന നിയമസഭകളിലും ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലെയും മൊത്തം സീറ്റുകളുടെ 33% അഥവാ 1/3 ഭാഗം 15 വർഷത്തേക്ക് സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഒന്നുകൂടെ പറയാം, ലോക്സഭയിലും എല്ലാ സംസ്ഥാന നിയമസഭകളിലും ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലെയും മൊത്തം സീറ്റുകളുടെ 33% അഥവാ 1/3 ഭാഗം 15 വർഷത്തേക്ക് സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഇനി ഇത് എത്രാമത്തെ ഭേദഗതി ബില്ലാണെന്ന് ചോദിച്ചാല് അത് 128ാമത് ഭേദഗതി ബില്ല് 2023 കേട്ടോ. നാരി ശക്തി വന്ദൻ അധിനിയം. ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ബില്ല് അവതരിപ്പിച്ചത് അന്നത്തെ കേന്ദ്ര നീതി മന്ത്രി അർജുൻ റാം മേഘ്വാൾ ആണ് കേട്ടോ. ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചത് കേന്ദ്ര നീതി മന്ത്രി അർജുൻ റാം മേഘ്വാൾ ആണ്. നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് വനിതാ സംവരണ ബില്ലിന്റെ പേര്. ഇനി പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യ ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനിയം കേട്ടോ. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യ ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനിയം. ഇനി 106ാമത് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ ചില മാറ്റങ്ങൾ, അനുച്ഛേദങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അനുച്ഛേദം 239A ഭേദഗതി ചെയ്തു. ഏതാണ്? അനുച്ഛേദം 239A ഭേദഗതി ചെയ്തു. അനുച്ഛേദം 330A-യും 332A-യും 334A-യും എന്നിവ ഉൾപ്പെടുത്തി കേട്ടോ. അനുച്ഛേദം 239A ഭേദഗതി ചെയ്തു. അനുച്ഛേദം 330A-യും 332A-യും 334A എന്നിവ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇനി 101 ഭേദഗതി എന്താണ് പറയുന്നത്? 101 ഭേദഗതി എന്താണ് പറയുന്നത്? 101 അത് GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണെന്ന് വെച്ചാൽ അത് 101 ഭേദഗതിയാണ് കേട്ടോ. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണെന്ന് വെച്ചാൽ അത് 101 ഭേദഗതിയും 122ാമത് ഭേദഗതി ബില്ലുമാണ് കേട്ടോ. 122ാമത് ഭേദഗതി ബില്ലുമാണ്. ഇനി 102 ഭേദഗതി പറയുന്നത് എന്താണ്? 102 ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ അത് 102 ഭേദഗതിയാണ്. എന്താണ്? ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാല് അത് 102 ഭേദഗതിയാണ് കേട്ടോ. ബില്ല് ചോദിക്കുവാണെങ്കിൽ 123ാമത് ഭേദഗതി ബില്ല്. ഇനി 103 ഭേദഗതി. 103 ഭേദഗതിയിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല് സാമ്പത്തിക പരമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് 10% സാമ്പത്തിക സംവരണം അനുവദിച്ച ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാല് അത് 103 ഭേദഗതിയാണ്. എന്താണ്? സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് 10% സാമ്പത്തിക സംവരണം അനുവദിച്ച ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാല് അത് 103 ഭേദഗതിയാണ്. ഇനി 104 ഭേദഗതി. 104 ഭേദഗതി പ്രകാരം എന്താണ് പറയുന്നത്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലുമുള്ള സംവരണം 10 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു കേട്ടോ. ഇതാണ് 104 ഭേദഗതി പ്രകാരം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലുമുള്ള സംവരണം 10 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു.
ഇനി എന്താണ്? ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്ക് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും നിലവിലുണ്ടായിരുന്ന സംവരണം 104 ഭേദഗതി പ്രകാരം അവസാനിപ്പിച്ചു കേട്ടോ. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്ക് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും നിലവിലുണ്ടായിരുന്ന സംവരണം 104 ഭേദഗതി പ്രകാരം അവസാനിപ്പിച്ചു. അത് 104 ഭേദഗതി പ്രകാരമാണ്. എന്താണ് 105 ഭേദഗതി പറയുന്നത്? 105 ഭേദഗതി പറയുന്നത് സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ അവകാശം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ അവകാശം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ അത് 105 ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന സ്ഥിരതയോടുകൂടിയ വളർച്ച, രണ്ടാമത്തെ പ്രസ്താവന ദാരിദ്ര്യ നിർമ്മാർജ്ജനം, മൂന്നാമത്തെ പ്രസ്താവന സ്വാശ്രയത്വം, നാലാമത് പറഞ്ഞിരിക്കുന്നത് ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. 4ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നതാണ് ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് നോക്കാം. ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. കാലഘട്ടം ചോദിച്ചാൽ 1969 തൊട്ട് 1974 വരെയാണ് കേട്ടോ. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങള് സാമ്പത്തിക വളർച്ചയിൽ സ്ഥിരത കൈവരിക്കുക, സാമ്പത്തികമായും സാങ്കേതിക നിക്ഷേപങ്ങളിലും സ്വാശ്രയത്വം നേടുക, സാമ്പത്തിക മേഖലയിലെ ദുർബലമായ വിഭാഗങ്ങളെ ശക്തിപ്പെടുത്തുക. ഒന്നുകൂടെ പറയാം, സാമ്പത്തിക വളർച്ചയിൽ സ്ഥിരത കൈവരിക്കുക, സാമ്പത്തികമായും സാങ്കേതിക നിക്ഷേപങ്ങളിലും സ്വാശ്രയത്വം നേടുക, സാമ്പത്തിക മേഖലകളിലെ ദുർബലമായ വിഭാഗങ്ങളെ ശക്തിപ്പെടുത്തുക. ഇതൊക്കെയാണ് പ്രധാന ലക്ഷ്യങ്ങൾ കേട്ടോ. ഇനി ഇന്ത്യയില് ആദ്യ ആണവ പരീക്ഷണം നടന്നത് 4ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ ആണവ പരീക്ഷണം നടന്നത് 4ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. ഇനി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം അത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ഇനി ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഭക്ഷ്യ സ്വയം പര്യാപ്തത ഏതിന്റെ ലക്ഷ്യമായിരുന്നു? അത് 3ാം പഞ്ചവത്സര പദ്ധതിയുടെയാണ് കേട്ടോ. ഭക്ഷ്യ സ്വയം പര്യാപ്തത 3ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന പറയുന്നു സൈനിക നടപടി, രണ്ടാമത്തെ പ്രസ്താവന ലയനക്കരാർ, മൂന്നാമത് പറഞ്ഞിരിക്കുന്നു അനുരഞ്ജനം. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച പ്രക്രിയയാണ് ലയനക്കരാർ എന്നറിയപ്പെടുന്നത് കേട്ടോ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ലയനക്കരാർ കേട്ടോ. ലയനക്കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ട പ്രധാന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. ലയനക്കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ട പ്രധാന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുക. അത് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. ഇനി ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? അത് ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് കേട്ടോ. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാണ്? നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാണ്? അത് VP മേനോൻ ആണ് കേട്ടോ. VP മേനോൻ. ഇനി ചോദിക്കാം, നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റിന്റെ തലവനായ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് VP മേനോൻ ആണ് കേട്ടോ. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് VP മേനോൻ ആണ്. ഇനി ലയനക്കരാറിൽ ഒപ്പുവെക്കാത്തതും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചതുമായ നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ. ഇനി ജുനഗഡിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച രീതി എങ്ങനെയാണ്? ജുനഗഡിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച രീതി എങ്ങനെയാണെന്ന് നോക്കാം. അത് ജനഹിത പരിശോധനയാണ് കേട്ടോ. ജനഹിത പരിശോധന വർഷം ചോദിച്ചാൽ 1948. 1948 ജുനഗഡ് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത് കേട്ടോ. 1948 ഫെബ്രുവരിയിൽ. ഇനി കാശ്മീർ ഇന്ത്യയിലേക്ക് ചേർക്കാനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണെന്ന് വെച്ചാൽ അത് രാജാ ഹരിസിംഗ് ആണ് കേട്ടോ. കാശ്മീർ ഇന്ത്യയിലേക്ക് ചേർക്കാനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണെന്ന് വെച്ചാൽ അത് രാജാ ഹരിസിംഗ് ആണ്.
ഇനി ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ഏറ്റവും വലിയ നാട്ടുരാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ഏറ്റവും വലിയ നാട്ടുരാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈദരാബാദ് ആണ് കേട്ടോ. ഹൈദരാബാദ്. ഇനി ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചത് എങ്ങനെയാണ്? ഓപ്പറേഷൻ പോളോ. ഇനി ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് അത് പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം ഉണ്ട് കേട്ടോ. പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കപ്പെട്ട വർഷം, ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം എന്നാണെന്ന് വെച്ചാൽ അത് 1954 കേട്ടോ. ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം എന്നാണെന്ന് വെച്ചാൽ അത് 1954. ഇനി പോർച്ചുഗലിന്റെ അധിനിവേശ പ്രദേശങ്ങളാണ് ഗോവ, ദാമൻ, ദീവ് കേട്ടോ. ഗോവ, ദാമൻ, ദീവ്. ഇനി അത് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കപ്പെട്ട വർഷം എന്നാണെന്ന് വെച്ചാൽ അത് 1961 കേട്ടോ. 1961. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. രണ്ടാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നു യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിക്കണം. നാലാമത്തെ പ്രസ്താവന മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. DS കോത്താരി കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് അത് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുക കേട്ടോ. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുക. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക. ഇതൊക്കെ എന്താണ്? DS കോത്താരി കമ്മീഷന്റെ പ്രധാന ശുപാർശകളാണ് കേട്ടോ. ഒന്നുകൂടെ പറയാം. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുക. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക കേട്ടോ. ഇനി ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണ്? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ അത് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുക. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക കേട്ടോ. അപ്പം ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുക. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക. ഇനി ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ പ്രധാന ശുപാർശകളാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അഥവാ UGC കേട്ടോ. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അഥവാ UGC രൂപീകരിക്കുക. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക കേട്ടോ. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക. ഇതൊക്കെ എന്താണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ പ്രധാന ശുപാർശകളാണ് കേട്ടോ. പിന്നീട് പറയുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക. ഒന്നുകൂടെ പറയാം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അഥവാ UGC രൂപീകരിക്കുക. ഇതൊക്കെ എന്താണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ പ്രധാന ശുപാർശകളാണ്. ഈ 1ഉം 2ഉം 4ഉം ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയത് കേട്ടോ. ശരിയായിട്ടുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടില്ലായിരുന്നു. ശരിയായിട്ടുള്ള ഓപ്ഷൻ ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം അത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി. ഓപ്ഷൻ എ ചന്ദ്രയാൻ 1, ഓപ്ഷൻ ബി മംഗൾയാൻ, ഓപ്ഷൻ സി ഗഗൻയാൻ, ഓപ്ഷൻ ഡി ചന്ദ്രയാൻ 2. അത് ഓപ്ഷൻ സി ഗഗൻയാൻ ആണ് കേട്ടോ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാല് അത് ഗഗൻയാൻ ആണ്. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ ഗഗൻയാൻ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ട തീയതി എന്നാണെന്ന് ചോദിച്ചാൽ അത് 2018 ഓഗസ്റ്റ് 15-നാണ്. ഗഗൻയാൻ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ട തീയതി എന്നാണെന്ന് ചോദിച്ചാല് അത് 2018 ഓഗസ്റ്റ് 15-നാണ് കേട്ടോ. ഇനി ഗഗൻയാൻ പദ്ധതിയുടെ മിഷൻ ഡയറക്ടറായ മലയാളി ശാസ്ത്രജ്ഞ ആരാണെന്ന് ചോദിച്ചാൽ അത് VR ലളിതാംബികയാണ്. ഗഗൻയാൻ പദ്ധതിയുടെ മിഷൻ ഡയറക്ടറായ മലയാളി ശാസ്ത്രജ്ഞ ആരാണെന്ന് ചോദിച്ചാല് അത് VR ലളിതാംബികയാണ്. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഓപ്പറേഷൻ വിജയ്, ഓപ്ഷൻ ബി ഓപ്പറേഷൻ അനന്ത, ഓപ്ഷൻ സി ഓപ്പറേഷൻ സഫേദ് സാഗർ,
ഓപ്ഷൻ ഡി ഓപ്പറേഷൻ മേഘദൂത്. ഓപ്ഷൻ സി ഓപ്പറേഷൻ സഫേദ് സാഗർ ആണ് കേട്ടോ. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓപ്പറേഷൻ സഫേദ് സാഗർ ആണ്. ഇനി 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ കരസേന നടത്തിയ സൈനിക നീക്കം ഏതാണ്? 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ കരസേന നടത്തിയ സൈനിക നീക്കം ഏതാണ്? അത് ഓപ്പറേഷൻ വിജയ് ആണ് കേട്ടോ. ഓപ്പറേഷൻ വിജയ്. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്നറിയപ്പെടുന്ന സിയാച്ചിൻ മഞ്ഞുമല നിയന്ത്രണത്തിലാക്കാനായി 1984 ഇന്ത്യൻ സൈന്യം നടത്തിയ നീക്കം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ മേഘദൂത് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്നറിയപ്പെടുന്ന സിയാച്ചിൻ മഞ്ഞുമല നിയന്ത്രണത്തിലാക്കാനായി 1984 ഇന്ത്യൻ സൈന്യം നടത്തിയ നീക്കം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ മേഘദൂത്. ഇനി പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ നിന്നുള്ള തീവ്രവാദികളെ പുറത്താക്കാനായി 1986 1988 ഇന്ത്യൻ സൈന്യം നടത്തിയ മുന്നേറ്റം അറിയപ്പെടുന്ന പേരെന്താണ്? അത് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ആണ് കേട്ടോ. പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ നിന്നും തീവ്രവാദികളെ പുറത്താക്കാനായി 1986 1988 ഇന്ത്യൻ സൈന്യം നടപ്പിലാക്കിയ മുന്നേറ്റം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരാണെന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ എ മനു ഭാക്കർ ആണ് കേട്ടോ. മനു ഭാക്കർ. ഒളിമ്പിക്സില് ഷൂട്ടിംഗ് വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ കേട്ടോ. ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് മനു ഭാക്കർ ആണ്. ഇനി മത്സര ഇനം ഏതാണെന്ന് വെച്ചാൽ ഷൂട്ടിംഗ്, വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൽ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 24ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി കൊൽക്കത്ത, ഓപ്ഷൻ ഡി ഡൽഹി. അത് ഓപ്ഷൻ സി കൊൽക്കത്തയാണ്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്ന് വെച്ചാൽ അത് കൊൽക്കത്തയാണ്. കൊൽക്കത്ത അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി എന്നാണെന്ന് വെച്ചാൽ 2024 മാർച്ച് 6-നാണ് കേട്ടോ. കൊൽക്കത്ത അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി എന്നാണെന്ന് വെച്ചാല് അത് 2024 മാർച്ച് 6-നാണ് കേട്ടോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇനി കൊൽക്കത്ത അണ്ടർ വാട്ടർ മെട്രോ ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഹൗറ മുതൽ കൊൽക്കത്ത വരെ. ഹൗറ ടു കൊൽക്കത്ത കേട്ടോ. കൊൽക്കത്ത അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നദി ചോദിച്ചാൽ ഹൂഗ്ലി നദിയിലാണ്. ഹൂഗ്ലി നദി. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ലഡാക്ക്, ഓപ്ഷൻ ബി സസ്കർ, ഓപ്ഷൻ സി കാരക്കോറം, ഓപ്ഷൻ ഡി സിമാലിക്. അത് ഓപ്ഷൻ സി കാരക്കോറം ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം. ട്രാൻസ് ഹിമാലയത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് കാരക്കോറം എന്ന് പറയുന്നത്. എന്താണ്? ട്രാൻസ് ഹിമാലയത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ അത് കാരക്കോറം ആണ്. ഇനി സംസ്കൃത കൃതികളില് കൃഷ്ണഗിരി എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? സംസ്കൃത കൃതികളില് കൃഷ്ണഗിരി എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് കാരക്കോറം എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനി ഇന്ദിരാകോൾ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ്. ഇന്ദിരാകോൾ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ്. ഇനി ബാൽത്തോറ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം മലനിരയിലാണ് കേട്ടോ. ബാൽത്തോറ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം മലനിരകളിലാണ്. ഇനി കാരക്കോറത്തിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മലനിര ചോദിച്ചാൽ അത് പീർപ്പാഞ്ചലാണ്. എന്താണ്? കാരക്കോറത്തിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണെന്ന് ചോദിച്ചാല് അത് പീർപ്പാഞ്ചലാണ് കേട്ടോ. കാരക്കോറത്തിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മലനിര ചോദിച്ചാൽ അത് പീർപ്പാഞ്ചലാണ്. ഇനി കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനി ചോദിച്ചാല് അത് സിയാച്ചിൻ ഹിമാനിയാണ്. എന്താണ്? കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനി ഏതാണെന്ന് ചോദിച്ചാല് അത് സിയാച്ചിൻ ഹിമാനിയാണ്. കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ. എന്താണ്? മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ കേട്ടോ. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അത് മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് കേട്ടോ.
ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടി, ഇതൊക്കെ ഏതാണ്? മൗണ്ട് കെ2 ആണ്. ഇനി അടുത്ത ഓപ്ഷൻ പറയുന്നത് ലഡാക്ക്. ലഡാക്ക് ചുരങ്ങളുടെ നാട്, ലിറ്റിൽ ടിബറ്റ്, ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നറിയപ്പെടുന്ന ഏതാണ്? ചുരങ്ങളുടെ നാട്, ലിറ്റിൽ ടിബറ്റ്, ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നിങ്ങനെ അറിയപ്പെടുന്നത് അത് ലഡാക്ക് ആണ് കേട്ടോ. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ അത് ലഡാക്ക് ആണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ അത് ലഡാക്ക് പീഠഭൂമിയാണ് കേട്ടോ. ഇനി ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശം അത് ദ്രാസ് ആണ്. അതെവിടെ സ്ഥിതി ചെയ്യുന്നു? ലഡാക്കിലാണ് കേട്ടോ. ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് എന്താണ്? ദ്രാസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശമാണ് ദ്രാസ്. അത് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് എന്താണ്? അത് ദ്രാസ് ആണ് കേട്ടോ. ഇനി അടുത്ത ഒരു ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നതാണ് സിവാലിക് കേട്ടോ. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്തായി കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വത നിരകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് സിവാലിക് ആണ്. എന്താണ്? ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്തായി കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരയാണ് സിവാലിക് എന്നറിയപ്പെടുന്ന. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഔട്ടർ ഹിമാലയം അത് സിവാലിക് ആണ് കേട്ടോ. ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ അത് ശിവാലിക് ആണ്. ശിവന്റെ തിരുമുടി എന്ന അർത്ഥം വരുന്ന പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ അത് ശിവാലിക് ആണ്. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ, ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്? ഓപ്ഷൻ എ ഇരുമ്പ്, ഓപ്ഷൻ ബി അലൂമിനിയം, ഓപ്ഷൻ സി സിങ്ക്, ഓപ്ഷൻ ഡി സൾഫർ. അത് ഓപ്ഷൻ എ ഇരുമ്പാണ് കേട്ടോ. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പാണ്. ഇനി മാൾവ പീഠഭൂമിയിലും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലും പൊതുവെ കാണപ്പെടുന്ന മണ്ണിന് ഏതാണ്? മാൾവ പീഠഭൂമിയിലും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലും പൊതുവെ കാണപ്പെടുന്ന മണ്ണിന് ഏതാണെന്ന് ചോദിച്ചാൽ അത് ചെമ്മണ്ണാണ് കേട്ടോ. ഇനി ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണമായിട്ടുള്ള സംയുക്തം ഏതാണ്? അത് അയൺ ഓക്സൈഡ് ആണ്. ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണമായിട്ടുള്ള സംയുക്തം ആരാണെന്ന് ചോദിച്ചാല് അത് അയൺ ഓക്സൈഡ് ആണ് കേട്ടോ. അയൺ ഓക്സൈഡ്. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ എ മഹാനദി, ഓപ്ഷൻ ബി കൃഷ്ണ, ഓപ്ഷൻ സി ഗോദാവരി, ഓപ്ഷൻ ഡി കാവേരി. അത് ഓപ്ഷൻ സി ഗോദാവരിയാണ് കേട്ടോ. ഇന്ദ്രാവതി ഗോദാവരിയുടെ പോഷക നദിയാണ്. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ, പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം? ഓപ്ഷൻ എ 2003, ഓപ്ഷൻ ബി 2002, ഓപ്ഷൻ സി 2001, ഓപ്ഷൻ ഡി 2004. അത് ഓപ്ഷൻ എ 2003 ആണ് കേട്ടോ. പാമ്പാടും ചോല, മതികെട്ടാം ചോല, ആനമുടി ചോല, ഇത് മൂന്നും നാഷണൽ പാർക്കായിട്ട് വന്നത് എന്നാണ് 2003 കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 29ാമത്തെ ക്വസ്റ്റ്യൻ, ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ഓപ്ഷൻ എ 3.18 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ, ഓപ്ഷൻ ബി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ, ഓപ്ഷൻ സി 3.38 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ, ഓപ്ഷൻ ഡി 3.08 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അത് ഓപ്ഷൻ ബി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണെന്ന് ചോദിച്ചാല് അത് 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ. 32,87,263 കേട്ടോ. 32,87,263 ചതുരശ്ര കിലോമീറ്റർ. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ, ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി രാജീവ് ഗാന്ധി, ഓപ്ഷൻ സി ചരൺ സിംഗ്, ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി. അത് ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇനി ഇടുക്കി ഡാമിന്റെ നിർമ്മാണം ആരംഭിച്ച വർഷം എന്നാണ്? ഇടുക്കി ഡാം നിർമ്മാണം ആരംഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അത് 1969 ഏപ്രിൽ 30 കേട്ടോ. ഇടുക്കി ഡാമിന്റെ നിർമ്മാണം ആരംഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1969 ഏപ്രിൽ 30. ഇടുക്കി ഡാമിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധി 1976 കേട്ടോ. ഇടുക്കി ഡാമിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി 1976. ഇനി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി എത്രയാണ്?
ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി എത്രയാണെന്ന് വെച്ചാൽ അത് 780 മെഗാവാട്ട് ആണ് കേട്ടോ. 780 മെഗാവാട്ട്. ഈ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ. 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓപ്ഷൻ എ ഭഗത് ഫാസിൽ, ഓപ്ഷൻ ബി മമ്മൂട്ടി, ഓപ്ഷൻ സി ഇന്ദ്രൻസ്, ഓപ്ഷൻ ഡി പൃഥ്വിരാജ്. അത് ഓപ്ഷൻ ബി മമ്മൂട്ടിയാണ് കേട്ടോ. 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടി. ഇനി 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2023 കേട്ടോ. 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2023. മികച്ച ചിത്രം ചോദിച്ചാല് കാതൽ ദി കോർ സംവിധാനം ചെയ്തത് ജിയോ ബേബിയാണ് കേട്ടോ. സംവിധാനം ചെയ്തത് ജിയോ ബേബി. ഇനി മികച്ച രണ്ടാമത്തെ ചിത്രം ചോദിച്ചാൽ അത് ഇരട്ടയാണ് കേട്ടോ. മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട. സംവിധായകൻ രോഹിത് MG കൃഷ്ണൻ കേട്ടോ. സംവിധായകൻ രോഹിത് MG കൃഷ്ണൻ. ഇനി മികച്ച സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ബ്ലസ്സിയാണ് കേട്ടോ. ചിത്രം ആടുജീവിതം. മികച്ച സംവിധായകൻ ബ്ലസ്സി. ചിത്രം ചോദിച്ചാല് ആടുജീവിതം. ഇനി മികച്ച നടൻ ആരാണെന്ന് ചോദിച്ചാല് അത് പൃഥ്വിരാജ് സുകുമാരനാണ് കേട്ടോ. ചിത്രം ആടുജീവിതം. മികച്ച നടൻ ആരാണെന്ന് ചോദിച്ചാല് അത് പൃഥ്വിരാജ് സുകുമാരൻ. ചിത്രം ചോദിച്ചാല് ആടുജീവിതം. ഇനി മികച്ച നടി ആരാണെന്ന് ചോദിച്ചാൽ അത് ഉർവശിയുണ്ട്. ഉർവശി ഏത് സിനിമയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്? അത് ഉള്ളൊഴുക്കാണ് കേട്ടോ. പിന്നെ രണ്ടാമത് കിട്ടിയിരിക്കുന്ന മികച്ച നടി ബീന R ചന്ദ്രൻ. ചിത്രം ചോദിച്ചാൽ തടവ്. ഉർവശി ഉള്ളൊഴുക്ക്. രണ്ടാമത്തെ നടി ചോദിച്ചാല് ബീന R ചന്ദ്രൻ. ചിത്രം ചോദിച്ചാല് തടവ്. 32ാമത്തെ ക്വസ്റ്റ്യൻ. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ഓസ്ട്രേലിയ, ഓപ്ഷൻ സി ഇംഗ്ലണ്ട്, ഓപ്ഷൻ ഡി ന്യൂസിലാൻഡ്. അത് ഓപ്ഷൻ ബി ഓസ്ട്രേലിയ ആണ് കേട്ടോ. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചാല് അത് ഓസ്ട്രേലിയ ആണ്. ICC പുരുഷ ഏകദിന ലോകകപ്പ് 2023 വേദിയായ രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ് കേട്ടോ. ICC പുരുഷ ഏകദിന ലോകകപ്പ് 2023 വേദിയായ രാജ്യം ചോദിച്ചാല് ഇന്ത്യയാണ് കേട്ടോ. ഇനി ICC പുരുഷ ഏകദിന ലോകകപ്പ് 2023 ടൂർണമെന്റിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണെന്ന് ചോദിച്ചാൽ അത് വിരാട് കോഹ്ലിയാണ്. ICC പുരുഷ ഏകദിന ലോകകപ്പ് 2023 ടൂർണമെന്റിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിരാട് കോഹ്ലിയാണ് കേട്ടോ. അടുത്തത് നടക്കാൻ പോകുന്ന 2027 ICC പുരുഷ ഏകദിന ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ദക്ഷിണാഫ്രിക്ക, സിംബാബ്വെ, നമീബിയ കേട്ടോ. 2027 ICC പുരുഷ ഏകദിന ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ദക്ഷിണാഫ്രിക്ക, സിംബാബ്വെ, നമീബിയ. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ പത്തനംതിട്ട, ഓപ്ഷൻ ബി കൊല്ലം, ഓപ്ഷൻ സി ഇടുക്കി, ഓപ്ഷൻ ഡി എറണാകുളം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? അത് ഓപ്ഷൻ എ പത്തനംതിട്ടയാണ് കേട്ടോ. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം. ഓപ്ഷൻ എ 2016, ഓപ്ഷൻ ബി 2017, ഓപ്ഷൻ സി 2018, ഓപ്ഷൻ ഡി 2019. അത് ഓപ്ഷൻ സി 2018 ആണ് കേട്ടോ. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 2018. ഇനി ഏതാണ് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ചോദിച്ചത് ഏതാണ്? അത് കണിക്കൊന്നയാണ് കേട്ടോ. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ഇനി ഔദ്യോഗിക ചിത്രശലഭം ചോദിച്ചാൽ ഏത് പറയും? അത് ബുദ്ധമയൂരിയാണ് കേട്ടോ. ഔദ്യോഗിക ചിത്രശലഭം ചോദിച്ചാൽ അത് ബുദ്ധമയൂരിയും ഔദ്യോഗിക തവളയെ ചോദിച്ചാൽ അത് ഏതാണ്? മാവേലി തവള അഥവാ പാതാള തവള എന്നൊക്കെ അറിയപ്പെടുന്ന മാവേലി തവള. ഇനി ഔദ്യോഗിക മത്സ്യം ഏതാണെന്ന് വെച്ചാൽ അത് കരിമീനാണ് കേട്ടോ. ഔദ്യോഗിക മത്സ്യം ഏതാണെന്ന് വെച്ചാൽ അത് കരിമീനാണ്. ഇനി ഔദ്യോഗിക പക്ഷി ഏതാണെന്ന് വെച്ചാൽ അത് മലമുഴക്കി വേഴാമ്പലാണ് കേട്ടോ. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പല്. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ P ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രം അല്ലാത്തത് ആര്? ഓപ്ഷൻ എ മല്ലി, ഓപ്ഷൻ ബി രേഷ്മ, ഓപ്ഷൻ സി സുമതി, ഓപ്ഷൻ ഡി കിരൺ. അത് ഓപ്ഷൻ സി സുമതിയാണ് കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ P ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രം അല്ലാത്തത് ആര് എന്ന് ചോദിച്ചാല് അത് സുമതിയാണ് കേട്ടോ. സുമതി.
മല്ലി, രേഷ്മ, കിരൺ ഇവര് മൂന്നുപേരും എന്താണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ, ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ഓപ്ഷൻ എ 10%, ഓപ്ഷൻ ബി 25%, ഓപ്ഷൻ സി 30%, ഓപ്ഷൻ ഡി 35%. അത് 30% കേട്ടോ. അപ്പൊ ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ അത് 30% കേട്ടോ. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി പത്തനംതിട്ട, ഓപ്ഷൻ ഡി കോട്ടയം. അത് ഓപ്ഷൻ ബി വയനാടാണ് കേട്ടോ. കേരളത്തിൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അത് വയനാടാണ്. നീ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇടുക്കിയാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഇടുക്കി. കേരളത്തിൽ റിസർവ് വനങ്ങൾ കൂടുതലുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ റിസർവ് വനങ്ങൾ കൂടുതലുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് പത്തനംതിട്ടയാണ്. കേരളത്തിൽ വനപ്രദേശം ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ്? അത് ആലപ്പുഴയാണ് കേട്ടോ. കേരളത്തില് വനപ്രദേശം ഏറ്റവും കുറവുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാല് ആലപ്പുഴയാണ്. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ, പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ എ എറണാകുളം, ഓപ്ഷൻ ബി ആലപ്പുഴ, ഓപ്ഷൻ സി കണ്ണൂർ, ഓപ്ഷൻ ഡി കൊല്ലം. അത് ഓപ്ഷൻ ബി ആലപ്പുഴയാണ്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ. വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏതാണെന്ന് വെച്ചാൽ അത് പാതിരാമണൽ ദ്വീപാണ് കേട്ടോ. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏതാണെന്ന് വെച്ചാല് അത് പാതിരാമണൽ ദ്വീപാണ്. അനന്ത പത്മനാഭൻ തോപ്പ് എന്നറിയപ്പെടുന്ന ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാല് അത് പാതിരാമണലാണ് കേട്ടോ. അനന്ത പത്മനാഭൻ തോപ്പ് എന്നറിയപ്പെടുന്ന ദ്വീപ് ഏതാണെന്ന് വെച്ചാൽ അത് പാതിരാമണൽ ദ്വീപാണ്. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ, എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ? ഓപ്ഷൻ എ അഷ്ടമുടി, ഓപ്ഷൻ ബി ശാസ്താംകോട്ട, ഓപ്ഷൻ സി വെള്ളായണി, ഓപ്ഷൻ ഡി വേമ്പനാട്. അത് ഓപ്ഷൻ ബി ശാസ്താംകോട്ടയാണ് കേട്ടോ. എന്താണ് എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ശാസ്താംകോട്ടയാണ്. ഇനി ശാസ്താംകോട്ട കായൽ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ട വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അത് 2002 കേട്ടോ. നീരാളി അഥവാ പനയോലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാണ്? നീരാളി അഥവാ പനയോലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചാല് അത് അഷ്ടമുടി കായലാണ് കേട്ടോ. അഷ്ടമുടി കായൽ കൊല്ലം. 40ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ റീഡ് തവള. ഏത് വന്യജീവി സങ്കേതത്തിലാ റീഡ് തവളകൾ കാണപ്പെടുന്നത്? അത് കക്കയമാണ് കേട്ടോ. റീഡ് തവളകൾ കാണപ്പെടുന്നത് കക്കയം. ഇനി ചാമ്പൽ മലയണ്ണാൻ. ചാമ്പൽ മലയണ്ണാൻ ഏത് വന്യജീവി സങ്കേതത്തിലാണ്? ചാമ്പൽ മലയണ്ണാൻ അത് ചിന്നാറാണ് കേട്ടോ. ചിന്നാറ്. ഇനി സിംഹവാലൻ കുരങ്ങ്. സിംഹവാലൻ കുരങ്ങ് എവിടെയാണ് കാണപ്പെടുന്നത്? അത് സൈലന്റ് വാലിയാണ് കേട്ടോ. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലി. ഇനി വരയാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? വരയാടുകള് അത് ഇരവികുളമാണ് കേട്ടോ. ഇരവികുളം. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഒന്നുകൂടെ പറയാം, റീഡ് തവളകൾ കക്കയം, ചാമ്പൽ മലയണ്ണാൻ ചിന്നാറ്, സിംഹവാലൻ കുരങ്ങ്, സൈലന്റ് വാലി, വരയാട്, ഇരവികുളം. ഈ 41ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 പൂർവ്വ രേഖാംശം. ഇനി മൂന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാകോള്. നാലാമത്തെ പ്രസ്താവന, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് കേട്ടോ. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 പൂർവ്വ രേഖാംശം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാകോള്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചാല് അത് 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ. ഇന്ത്യയുടെ ആകെ വിസ്തീർണം ചോദിച്ചാൽ 32,87,263 ചതുരശ്ര
കിലോമീറ്റർ ആണ്. ഇനി ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? അത് 2.42% കേട്ടോ. ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണെന്ന് ചോദിച്ചാല് അത് 2.42%, 2.42% കേട്ടോ. ഇനി ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ അത് 7 കേട്ടോ. ഇനി ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം ഏതാണെന്ന് ചോദിച്ചാൽ അത് 3214 കിലോമീറ്റർ. തെക്ക് വടക്ക് നീളം ചോദിച്ചാല് 3214 കിലോമീറ്ററും കിഴക്ക് പടിഞ്ഞാറ് നീളം എത്രയാണെന്ന് ചോദിച്ചാല് 2933 കിലോമീറ്റർ ആണ് കേട്ടോ. കിഴക്ക് പടിഞ്ഞാറ് നീളം എത്രയാണെന്ന് ചോദിച്ചാല് 2933 കിലോമീറ്റർ. ഇനി ഇന്ത്യയുടെ മാനക രേഖാംശമാണ് 82.5 പൂർവ്വ രേഖാംശം കേട്ടോ. ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണെന്ന് വെച്ചാൽ 82.5 പൂർവ്വ രേഖാംശവും. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ചോദിച്ചാല് ഉത്തര അക്ഷാംശം 8°4' 37°6' ഇടയിലാണ് കേട്ടോ. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ചോദിച്ചാല് ഉത്തര അക്ഷാംശം 8°4' 37°6' ഇടയിലാണ്. ഇനി ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ചോദിച്ചാല് പൂർവ്വ രേഖാംശം 68°7' 97°25' ഇടയിലാണ് കേട്ടോ. ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നു, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. ഒന്നുകൂടെ പറയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ഫക്രാനങ്കൽ. നാലാമത്തെ പ്രസ്താവന പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 2ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫക്രാനങ്കലാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫക്രാനങ്കലാണ് കേട്ടോ, സത്ലജ് നദിയില്. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ദാമോദർ വാലിയാണ് കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാല് അത് ദാമോദർ വാലി പദ്ധതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണെന്ന് ചോദിച്ചാല് അത് തെഹിരി ഡാം ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണെന്ന് ചോദിച്ചാല് അത് തെഹിരി ഡാം ആണ് കേട്ടോ. തെഹിരി ഡാം ഭഗീരഥി നദിയിലാണ്. ഇനി ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാല് അത് മഹാനദിയാണ് കേട്ടോ. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാല് മഹാനദി. ഇനി നാഗാർജുന സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് കൃഷ്ണ നദിയാണ് കേട്ടോ. നാഗാർജുന സാഗർ അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നദി ചോദിച്ചാല് അത് കൃഷ്ണ നദിയാണ്. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. പെരിയാറിന്റെ നീളം എത്ര കിലോമീറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ തെറ്റായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ പെരിയാറിന്റെ നീളം എത്രയാണ്? പെരിയാറിന്റെ നീളം അത് 244 കിലോമീറ്റർ ആണ്. 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ ഏതാണ്? അത് പെരിയാറാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാല് പെരിയാറാണ്. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ ആണ് കേട്ടോ. 244 കിലോമീറ്റർ ആണ്. ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാല് ശിവഗിരി മലകളാണ് കേട്ടോ. ശിവഗിരി മലയാണ്. ഇനി കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ പരാമർശിക്കുന്ന നദിയാണ് കേട്ടോ. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തില് ചൂർണി എന്ന പേരിൽ പരാമർശിക്കുന്ന നദി. ഇനി ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി ഏതാണ്? ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി ഏതാണെന്ന് വെച്ചാൽ അത് പെരിയാറാണ് കേട്ടോ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. ഇനി കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഏതാണ്? കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഏതാണ്? അത് ഭാരതപ്പുഴയാണ് കേട്ടോ. ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ ആകെ നീളം എത്രയാണ്? ഭാരതപ്പുഴയുടെ ആകെ നീളം ചോദിച്ചാല് 209 കിലോമീറ്റർ ആണ് കേട്ടോ. 209 കിലോമീറ്റർ. ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ് കേട്ടോ. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ് കേട്ടോ. നീള, പേരാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ചോദിച്ചാല് അത് ഭാരതപ്പുഴയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ചോദിച്ചാല് അത്
പമ്പയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ചോദിച്ചാൽ പമ്പയാണ്. എത്ര കിലോമീറ്റർ ആണ് നീളം? അത് 176 കിലോമീറ്റർ ആണ് കേട്ടോ. 176 കിലോമീറ്റർ ആണ് നീളം. ഇനി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് പുളിച്ചിമലയാണ് കേട്ടോ. പുളിച്ചിമല. ശബരിമല സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണെന്ന് വെച്ചാൽ അത് പമ്പയാണ്. ഇനി ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. പ്രാചീന കാലത്ത് അറിയപ്പെട്ട പേരാണ് ബാരിസ്. പ്രാചീന കാലത്ത് അറിയപ്പെട്ട പേര് ഏതാണ്? ബാരിസ് ആണ് കേട്ടോ. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദി ഏതാണ്? അത് ചാലിയാറാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദി ഏതാണെന്ന് വെച്ചാൽ അത് ചാലിയാറാണ്. നീളം ചോദിച്ചാല് 169 കിലോമീറ്റർ നീളമാണ് കേട്ടോ. 169 കിലോമീറ്റർ നീളമാണ് ചാലിയാറിന്റെ ഉത്ഭവ സ്ഥാനം ചോദിച്ചാൽ അത് ഇളമ്പലേരി കുന്നുകളാണ് കേട്ടോ. ഇളമ്പലേരി കുന്നുകൾ. ഇനി കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ നദീതീരം ഏതാണെന്ന് വെച്ചാൽ അത് ചാലിയാറാണ് കേട്ടോ. കേരളത്തില് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ നദീതീരം ചോദിച്ചാല് അത് ചാലിയാറാണ്. ഇനി ചാലിയാർ പതിക്കുന്ന കടൽ ചോദിച്ചാൽ അറബിക്കടലാണ് കേട്ടോ. ചാലിയാർ പതിക്കുന്ന കടലാണ് അറബിക്കടല്. ഇനി കേരളത്തിലെ നീളം കൂടിയ അഞ്ചാമത്തെ നദിയാണ് ചാലക്കുടി പുഴ കേട്ടോ. കേരളത്തിലെ നീളം കൂടിയ അഞ്ചാമത്തെ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ചാലക്കുടി പുഴയാണ്. നീളം ചോദിച്ചാൽ 145.5 കിലോമീറ്റർ. 145.5 കിലോമീറ്റർ. ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാല് അത് ആനമലയാണ് കേട്ടോ. ഇനി ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ചോദിച്ചാൽ അത് ഏതാണ്? ചാലക്കുടി പുഴയാണ് കേട്ടോ. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ചോദിച്ചാല് ചാലക്കുടി പുഴയാണ്. ഇനി ചോദിക്കാം, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിട്ടുള്ള നദി. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിട്ടുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ചാലക്കുടി പുഴയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി. കേരളത്തില് ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദിയാണ് ചാലക്കുടി പുഴ കേട്ടോ. 44ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോക്സഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഒന്നാമത്തെ പ്രസ്താവന സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ പ്രസ്താവന ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നു ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ. നാലാമത്തെ പ്രസ്താവന പറയുന്നു ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 1ഉം 3ഉം ആണ് കേട്ടോ. ബന്ധമില്ലാത്ത, ലോക്സഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ. രണ്ടും ബന്ധമില്ലാത്തതാണ്. ഇനി ബന്ധമുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ, ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ഇനി ലോക്സഭ നിലവിൽ വന്ന തീയതി എന്നാണ്? ലോക്സഭ നിലവിൽ വന്ന തീയതി എന്നാണെന്ന് വെച്ചാൽ അത് 1952 ആണ് കേട്ടോ. 1952 ഏപ്രിൽ 17 കേട്ടോ. ഇനി ലോക്സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി ചോദിച്ചാല് അത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ്. എന്താണ്? ലോക്സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി ചോദിച്ചാല് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ്. ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ഇനി 46ാമത്തെ ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുക. രചയിതാക്കൾ കൃതികളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം രചയിതാക്കൾ വരാഹമിഹിരൻ, അദ്ദേഹത്തിന്റെ കൃതിയാണ് ചോദിച്ചിരിക്കുന്നത്. ലഘുജാതകമാണ് കേട്ടോ. വരാഹമിഹിരന്റെ കൃതി ഏതാണെന്ന് ചോദിച്ചാല് അത് ലഘുജാതകമാണ് കേട്ടോ. ലഘുജാതകം. ഇനി കാളിദാസന്റെ കൃതി ചോദിച്ചാല് അത് വിക്രമോർവശീയമാണ് കേട്ടോ. വിക്രമോർവശീയം. ഇനി വിശാഖദത്തന്റെ കൃതി ഏതാണെന്ന് ചോദിച്ചാല് മുദ്രാരാക്ഷസമാണ്. മുദ്രാരാക്ഷസം. ഇനി ശുദ്രകന്റെ കൃതി ഏതാണെന്ന് ചോദിച്ചാല് അത് മൃച്ഛകടികം കേട്ടോ. മൃച്ഛകടികം. ഒന്നുകൂടെ പറയാം. വരാഹമിഹിരൻ, അദ്ദേഹത്തിന്റെ കൃതിയാണ് ലഘുജാതകം. വരാഹമിഹിരന്റെ കൃതിയാണ് ലഘുജാതകം. ഇനി കാളിദാസന്റെ കൃതി ഏതാണെന്ന് ചോദിച്ചാല് വിക്രമോർവശീയം. വിശാഖദത്തന്റെ കൃതി ചോദിച്ചാല് മുദ്രാരാക്ഷസം ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാല് അത് വിശാഖദത്തൻ. ഇനി ശുദ്രകന്റെ കൃതി ചോദിച്ചാല് മൃച്ഛകടികം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി 47ാമത്തെ ക്വസ്റ്റ്യൻ. കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം. ഓപ്ഷൻ എ PSLV-C 57, ഓപ്ഷൻ ബി LVM-3M4, ഓപ്ഷൻ സി PSLV-C 55, ഓപ്ഷൻ ഡി PSLV-C 56. അത് ഓപ്ഷൻ എ PSLV-C 57 ആണ് കേട്ടോ. കൃത്രിമ ഉപഗ്രഹം ആദിത്യ L1 വിക്ഷേപിക്കപ്പെട്ട വാഹനം ഏതാണെന്ന് ചോദിച്ചാല് അത് PSLV-C 57 ആണ്. ഇനി 48ാമത്തെ ക്വസ്റ്റ്യൻ. സമൂഹ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ എ എമൈൽ ദുർഖി, ഓപ്ഷൻ ബി കാൾ മാർക്സ്, ഓപ്ഷൻ സി അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ ഡി അഗസ്റ്റസ് കോംതെ. ആരാണ് സമൂഹ ശാസ്ത്രത്തിന്റെ പിതാവ്? അത് ഓപ്ഷൻ ഡി
അഗസ്റ്റസ് കോംതെയാണ് കേട്ടോ. ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ, 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ഓപ്ഷൻ എ ഏഷ്യ, ഓപ്ഷൻ ബി തെക്കേ അമേരിക്ക, ഓപ്ഷൻ സി യൂറോപ്പ്, ഓപ്ഷൻ ഡി വടക്കേ അമേരിക്ക. അത് ഓപ്ഷൻ ബി തെക്കേ അമേരിക്ക ആണ് കേട്ടോ. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണെന്ന് ചോദിച്ചാല് തെക്കേ അമേരിക്കയാണ്. ഇനി 2022 ഫിഫ ലോകകപ്പിന് വേദിയായ രാജ്യം ചോദിച്ചാൽ അത് ഖത്തർ ആണ് കേട്ടോ. 2022 ഫിഫ ലോകകപ്പിന്റെ വേദിയായ രാജ്യമാണ് ഖത്തർ കേട്ടോ. 2022 ഫിഫ ലോകകപ്പ് ജേതാക്കളാണ് അർജന്റീന. 2022 ഫിഫ ലോകകപ്പ് ജേതാക്കൾ ചോദിച്ചാല് അർജന്റീന. ഇനി 2022 ഫിഫ ലോകകപ്പിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയ കായിക താരമാണ് ലയണൽ മെസ്സി. ഇതാണ് 2022 ഫിഫ ലോകകപ്പിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയ കായിക താരം ആരാണെന്ന് ചോദിച്ചാല് അത് ലയണൽ മെസ്സി, അർജന്റീന കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് ലഭിച്ച കായിക താരം ആരാണ്? അത് കിലിയൻ എംബാപ്പയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് ലഭിച്ച കായിക താരം ആരാണെന്ന് വെച്ചാൽ അത് കിലിയൻ എംബാപ്പെ. 8 ഗോളുകളാണ് നേടിയത് കേട്ടോ. ഇനി 2026 അടുത്ത് നടക്കാൻ പോകുന്ന 2026 ഫിഫ ലോകകപ്പിന് വേദിയാകുന്ന വടക്കേ അമേരിക്കൻ രാജ്യങ്ങൾ ചോദിച്ചാല് USA, കാനഡ, മെക്സിക്കോ. 2026 ഫിഫ ലോകകപ്പിന് വേദിയാകുന്ന വടക്കേ അമേരിക്കൻ രാജ്യങ്ങൾ USA, കാനഡ, മെക്സിക്കോ. 50ാമത്തെ ക്വസ്റ്റ്യൻ, മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് ദിന സന്ദേശം. ഓപ്ഷൻ എ ജലദിനം, ഓപ്ഷൻ എ ജലദിനം, ഓപ്ഷൻ ബി വനദിനം, ഓപ്ഷൻ സി മണ്ണ് ദിനം, ഓപ്ഷൻ ഡി പരിസ്ഥിതി ദിനം. അത് ഓപ്ഷൻ സി മണ്ണ് ദിനമാണ് കേട്ടോ. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം 2023 ലോക മണ്ണ് ദിനത്തിന്റെ സന്ദേശമാണ് കേട്ടോ. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്ന് പറയുന്നത് 2023 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയമാണ്. ഇനി 2024 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാല് മണ്ണിനെ പരിപാലിക്കൽ, അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക കേട്ടോ. 2024 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാല് മണ്ണിനെ പരിപാലിക്കൽ, അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക എന്നാണ് ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക മണ്ണ് ദിനം അത് ഡിസംബർ 5 ആണ് കേട്ടോ. ഡിസംബർ 5. ഇനി 51ാമത്തെ ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം. ഓപ്ഷൻ എ ഫ്രാൻസ്, ഓപ്ഷൻ ബി ദക്ഷിണ കൊറിയ, ഓപ്ഷൻ സി ഘാന, ഓപ്ഷൻ ഡി പോർച്ചുഗൽ. അത് ഓപ്ഷൻ ഡി പോർച്ചുഗൽ ആണ് കേട്ടോ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം ചോദിച്ചാല് പോർച്ചുഗൽ ആണ്. ആരാണ് ഇപ്പോഴത്തെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ? ആരാണ്? അത് അന്റോണിയോ ഗുട്ടറസ് ആണ്. അന്റോണിയോ ഗുട്ടറസ് ഐക്യരാഷ്ട്ര സഭയുടെ 9ാമത്തെ സെക്രട്ടറി ജനറൽ ആണ് കേട്ടോ. ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ, 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ എ എലിനോർ ഓസ്ട്രം, ഓപ്ഷൻ ബി എസ്തർ ഡഫ്ലോ, ഓപ്ഷൻ സി ക്ലോഡിയ ഗോൾഡിൻ, ഓപ്ഷൻ ഡി ആൻ ലുല്യർ. അത് ഓപ്ഷൻ സി ക്ലോഡിയ ഗോൾഡിൻ ആണ്. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാല് അത് ക്ലോഡിയ ഗോൾഡിൻ ആണ്. ക്ലോഡിയ ഗോൾഡിൻ. ഇനി 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാര ജേതാക്കൾ ഡാരൻ അസമഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ ആണ് കേട്ടോ. ആരൊക്കെയാണ്? ഡാരൻ അസമഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക അസമത്വം സംബന്ധിച്ച പഠനത്തിനാണ് 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് കേട്ടോ. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക അസമത്വം സംബന്ധിച്ച പഠനത്തിനാണ് 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്. 53ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. 1ാമത്തെ പ്രസ്താവന, ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. 2ാമത്തെ പ്രസ്താവന പറയുന്നു വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം. 3ാമത്തെ പ്രസ്താവന, ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. അത് ഓപ്ഷൻ ബി 1, 2, 3 യോജിച്ച പ്രസ്താവനയാണ്. എന്താണ്?
ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം, ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. ഇതെല്ലാം എന്താണ്? ചെറുകുടലുമായി യോജിച്ച പ്രസ്താവനകളാണ്. ഇനി 54-ാമത്തെ ക്വസ്റ്റ്യൻ, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഓപ്ഷൻ എ വിറ്റാമിൻ എ ആണ് കേട്ടോ. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കേട്ടോ. ഇനി 55-ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ഇനി 56-ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ എ 1998, ഓപ്ഷൻ ബി 1986, ഓപ്ഷൻ സി 1982, ഓപ്ഷൻ ഡി 1988. അത് ഓപ്ഷൻ ഡി 1988. ദേശീയ വനനയം നിലവിൽ വന്ന വർഷം 1988. ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം നിലവിൽ വന്ന എന്നാണ്? ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? അത് 1980-ലാണ് കേട്ടോ. ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാല് അത് 1980-ലാണ്. ഇനി 57-ാമത്തെ ക്വസ്റ്റ്യൻ, റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത്? റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത്? ഓപ്ഷൻ എ IUCN, ഓപ്ഷൻ ബി SPCA, ഓപ്ഷൻ സി WWF, ഓപ്ഷൻ ഡി UNEP. അത് ഓപ്ഷൻ എ IUCN ആണ് കേട്ടോ. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടനയാണ് IUCN. എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് നേച്ചർ. എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് നേച്ചർ. ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? അത് സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ് കേട്ടോ. സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ കുറിച്ച് അവയുടെ സംരക്ഷണത്തെ കുറിച്ച് പഠിക്കുന്ന ലോക സംഘടനയാണ് IUCN കേട്ടോ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ കുറിച്ച് അവയുടെ സംരക്ഷണത്തെ കുറിച്ച് പഠിക്കുന്ന ലോക സംഘടന ഏതാണെന്ന് ചോദിച്ചാല് IUCN ആണ് കേട്ടോ. 58-ാമത്തെ ക്വസ്റ്റ്യൻ, 2024-ലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? 2024-ലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? അത് ഓപ്ഷൻ ബി സൗദി അറേബ്യ ആണ് കേട്ടോ. സൗദി അറേബ്യ. ഇനി 2025-ലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ദക്ഷിണ കൊറിയ. 59-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്ത്? ഓപ്ഷൻ എ ZIM, ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നു ZIA, ഓപ്ഷൻ സി ZIG, ഓപ്ഷൻ ഡി ZIS. അത് ഓപ്ഷൻ സി ZIG ആണ് കേട്ടോ. രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ അത് ZIG ആണ് കേട്ടോ. ഇനി സിംബാബ്വെയുടെ പുതിയ കറൻസിയായ ZIG-യുടെ പൂർണ്ണരൂപമാണ് സിംബാബ്വെ ഗോൾഡ് കേട്ടോ. സിംബാബ്വെ ഗോൾഡ്. ഇനി 60-ാമത്തെ ക്വസ്റ്റ്യൻ, നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തു ആണല്ലോ കറിയുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കറിയുപ്പിന്റെ രാസനാമം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ സോഡിയം ഫ്ലൂറൈഡ്, ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ്, ഓപ്ഷൻ സി ബേരിയം ക്ലോറൈഡ്, ഓപ്ഷൻ ഡി പൊട്ടാസ്യം ക്ലോറൈഡ്. അത് ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ് ആണ് കേട്ടോ. കറിയുപ്പിന്റെ രാസനാമം എന്താണ്? സോഡിയം ക്ലോറൈഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 61-ാമത്തെ ക്വസ്റ്റ്യൻ, പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപമാണ്? ഓപ്ഷൻ എ രാസോർജം, ഓപ്ഷൻ ബി പ്രകാശോർജം, ഓപ്ഷൻ സി വൈദ്യുതോർജം, ഓപ്ഷൻ ഡി ഒന്നുമല്ല. അത് ഓപ്ഷൻ എ രാസോർജമാണ് കേട്ടോ. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജ രൂപമാണ് രാസോർജം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 62-ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി? ഓപ്ഷൻ എ 20 ഹെർട്സിന് താഴെയാണ്, ഓപ്ഷൻ ബി 20,000 ഹെർട്സിന് മുകളിലാണ്, ഓപ്ഷൻ സി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്, ഓപ്ഷൻ ഡി പരിധിയില്ല. അത് ഓപ്ഷൻ സി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. ഇനി 20 ഹെർട്സിന് താഴെ ആവൃത്തിയുള്ള ശബ്ദം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 20 ഹെർട്സിന് താഴെ ആവൃത്തിയുള്ള ശബ്ദം അത് ഇൻഫ്രാസോണിക് ശബ്ദമാണ് കേട്ടോ. തിമിംഗലങ്ങളും കാണ്ടാമൃഗങ്ങളും ആശയവിനിമയം നടത്തുന്നത് ഇൻഫ്രാസോണിക് ശബ്ദങ്ങളിലൂടെയാണ് കേട്ടോ. ഇനി 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദ തരംഗങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദ തരംഗങ്ങൾ അത് അൾട്രാസോണിക് ശബ്ദമാണ് കേട്ടോ. അൾട്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് ഇരപിടിക്കുന്ന ജീവി ഏതാണ്? അത് വവ്വാലാണ് കേട്ടോ. ഇനി ചെവിക്ക് കേൾവി തകരാറുണ്ടാക്കുന്ന ശബ്ദം എത്രയാണ്? ചെവിക്ക് കേൾവി തകരാറുണ്ടാക്കുന്ന ശബ്ദം എത്രയാണ്? അത്
120 ഡെസിബലിന് മുകളിലാണ് കേട്ടോ. ചെവിക്ക് കേൾവി തകരാറുണ്ടാക്കുന്ന ശബ്ദം 120 ഡെസിബലിന് മുകളില്. ഇനി 63-ാമത്തെ ക്വസ്റ്റ്യൻ. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന, എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറു കണങ്ങൾ കൊണ്ടാണ്. രണ്ടാമത്തെ പ്രസ്താവന, വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. ഇനി മൂന്നാമത്തെ പ്രസ്താവന, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. നാലാമത്തെ പ്രസ്താവന, രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. എല്ലാം ശരിയാണ് കേട്ടോ. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറു കണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. ഇനി 64-ാമത്തെ ക്വസ്റ്റ്യൻ. 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന, എല്ലാ ധാതുക്കളും അയിരാണ്. രണ്ടാമത്തെ പ്രസ്താവന, എല്ലാ അയിരും ധാതുക്കളാണ്. മൂന്നാമത്തെ പ്രസ്താവന, അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 2 മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. എല്ലാ അയിരും ധാതുക്കളാണ്. 65-ാമത്തെ ക്വസ്റ്റ്യൻ. 2024-ലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ്? ഓപ്ഷൻ എ, ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. ഓപ്ഷൻ ബി, പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക. ഓപ്ഷൻ സി, ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ. ഓപ്ഷൻ ഡി, പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരം. അത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. അപ്പം 2024-ലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ് ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. 2025-ലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയമാണ് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക, എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ കേട്ടോ. 2025-ലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയമാണ് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നു, എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഇനി 66-ാമത്തെ ക്വസ്റ്റ്യൻ. 2023-ലെ രസതന്ത്ര നോബൽ സമ്മാനം. ഓപ്ഷൻ എ, 4 പേർക്ക് ലഭിച്ചു. ഓപ്ഷൻ ബി, 3 പേർക്ക് ലഭിച്ചു. ഓപ്ഷൻ സി, 2 പേർക്ക് ലഭിച്ചു. ഓപ്ഷൻ ഡി, ഒരാൾക്ക് മാത്രം ലഭിച്ചു. അത് ഓപ്ഷൻ ബി, 3 പേർക്ക് ലഭിച്ചു കേട്ടോ. 2023-ലെ രസതന്ത്ര നോബൽ സമ്മാനം 3 പേർക്കാണ് ലഭിച്ചത്. മൗങ്കി ജി ബവേണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ എക്കിമോവ്. ഇവർക്ക് 3 പേർക്കുമാണ് കേട്ടോ. ഇനി 67-ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഓപ്ഷൻ എ, പാൻക്രിയാസ്. ഓപ്ഷൻ ബി, കരൾ. ഓപ്ഷൻ സി, തൈമസ്. ഓപ്ഷൻ ഡി, പിറ്റ്യൂട്ടറി. അത് ഓപ്ഷൻ ബി, കരളാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാല് കരളാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് കരള് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം കരള്. മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന ഏതാണ്? മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് അത് കരളാണ് കേട്ടോ. ഇനി ദഹന പ്രക്രിയയ്ക്ക് ആവശ്യമായ പിത്തരസം സ്രവിക്കുന്ന ശരീരഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ കരളാണ് കേട്ടോ. ദഹന പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള പിത്തരസം സ്രവിക്കുന്ന ശരീരഭാഗം ചോദിച്ചാല് കരളാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ പറയുന്നത് ഏതാ? അത് തൈറോയിഡ് ഗ്രന്ഥിയാണ് കേട്ടോ. തൈറോയിഡ് ഗ്രന്ഥി. ഇനി 68-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗമേത്? ഓപ്ഷൻ എ, ക്ഷയം. ഓപ്ഷൻ ബി, മലമ്പനി. ഓപ്ഷൻ സി, എലിപ്പനി. ഓപ്ഷൻ ഡി, എയ്ഡ്സ്. അത് ഓപ്ഷൻ ഡി മലമ്പനിയാണ് കേട്ടോ. പ്രോട്ടോസോവ രോഗം മലമ്പനി. ഇനി മലമ്പനിയെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചതുപ്പ് രോഗം. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലമ്പനിയാണ് കേട്ടോ. ഇനി മലമ്പനി പരത്തുന്ന രോഗവാഹക കീടങ്ങൾ ഏതാണ്? അത് അനോഫിലസ് പെൺകൊതുകുകളാണ് കേട്ടോ. മലമ്പനി പരത്തുന്ന രോഗവാഹക കീടങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് അനോഫിലസ് പെൺകൊതുകുകളാണ്. ഇനി മലമ്പനിയുടെ രോഗകാരി ഏതാണെന്ന് ചോദിച്ചാല് അത് പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് കേട്ടോ. മലമ്പനിയുടെ രോഗകാരി ആരാണെന്ന് ചോദിച്ചാല് അത് പ്ലാസ്മോഡിയം വൈവാക്സ്. ഇനി ഏറ്റവും ഗുരുതരമായ മലമ്പനി എന്നറിയപ്പെടുന്നത് ഫാൽസിപാരം മലമ്പനിയാണ് കേട്ടോ. ഏറ്റവും ഗുരുതരമായ മലമ്പനി എന്നറിയപ്പെടുന്നത് ഫാൽസിപാരം മലമ്പനി. ഇനി 2025 ജനുവരിയില് ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി സാക്ഷ്യപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജോർജിയാണ് കേട്ടോ. 2025 ജനുവരിയില് ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായി സാക്ഷ്യപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാല് ജോർജിയ. 69-ാമത്തെ ക്വസ്റ്റ്യൻ.
രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. ഓപ്ഷൻ എ കെരാറ്റിൻ, ഓപ്ഷൻ ബി ആൽബുമിൻ, ഓപ്ഷൻ സി ഫൈബ്രിനോജൻ, ഓപ്ഷൻ ഡി ഗ്ലോബുലിൻ. അത് ഫൈബ്രിനോജൻ ആണ് കേട്ടോ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ സി ഫൈബ്രിനോജൻ ആണ്. ഇനി ആന്റിബോഡികളായി പ്രവർത്തിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാല് അത് ഗ്ലോബുലിൻ ആണ് കേട്ടോ. ആന്റിബോഡികളായി പ്രവർത്തിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗ്ലോബുലിൻ ആണ്. ഇനി രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആൽബുമിൻ ആണ് കേട്ടോ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ. ഇനി 70ാമത്തെ ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഓപ്ഷൻ എ BCG, ഓപ്ഷൻ ബി ECG, ഓപ്ഷൻ സി EEG, ഓപ്ഷൻ ഡി EAG. അത് ഓപ്ഷൻ സി EEG ആണ് കേട്ടോ. EEGയുടെ പൂർണ്ണരൂപം ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണ് EEGയുടെ പൂർണ്ണരൂപം. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ ഗ്രാഫ് രൂപത്തിൽ ചിത്രീകരിക്കുന്നു കേട്ടോ. 71ാമത്തെ ക്വസ്റ്റ്യൻ, രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കുന്ന കർമ്മ പദ്ധതിയുടെ പേര്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ കാർസാപ്പ് ആണ് കേട്ടോ. കാർസാപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം എന്നാണെന്ന് ചോദിച്ചാല് അത് 2018 ആണ് കേട്ടോ. കാർസാപ്പ് കർമ്മ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം എന്നാണെന്ന് വെച്ചാൽ അത് 2018 ആണ്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് പ്രതിരോധത്തിനായി കേരള സർക്കാർ സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് കാർസാപ്പ് ആണ് കേട്ടോ. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് പ്രതിരോധത്തിനായി കേരള സർക്കാർ സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാല് അത് കാർസാപ്പ് ആണ്. ഇനി കാർസാപ്പ് എന്നതിന്റെ പൂർണ്ണരൂപം കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നാണ് കേട്ടോ. ഇനി 72ാമത്തെ ക്വസ്റ്റ്യൻ, സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏത്? ഓപ്ഷൻ എ കോശദ്രവ്യം, ഓപ്ഷൻ ബി അന്തർദ്രവ്യജാലിക, ഓപ്ഷൻ സി പ്ലാസ്മോഡെസ്മേറ്റ, ഓപ്ഷൻ ഡി പ്ലാസ്മാസ്തരം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏത്? ഓപ്ഷൻ എ കോശദ്രവ്യം, ഓപ്ഷൻ ബി അന്തർദ്രവ്യജാലിക, ഓപ്ഷൻ സി പ്ലാസ്മോഡെസ്മേറ്റ, ഓപ്ഷൻ ഡി പ്ലാസ്മാസ്തരം. അത് ഓപ്ഷൻ സി പ്ലാസ്മോഡെസ്മേറ്റ ആണ് കേട്ടോ. ഇനി 73ാമത്തെ ക്വസ്റ്റ്യൻ, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏത്? ഓപ്ഷൻ എ എൻഡമീബ ഹിസ്റ്റോളിക്ക, ഓപ്ഷൻ ബി നെഗ്ലേറിയ ഫൗലേറി, ഓപ്ഷൻ സി ന്യൂമോകോക്കസ്, ഓപ്ഷൻ ഡി മൈക്കോബാക്ടീരിയം. അത് ഓപ്ഷൻ ബി നെഗ്ലേറിയ ഫൈലേറി ആണ് കേട്ടോ. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി നെഗ്ലേറിയ ഫൗലേറി. ഇനി 74ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 75ാമത്തെ ക്വസ്റ്റ്യൻ, ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരട്ട സ്ഥലം. ഓപ്ഷൻ എ പെരികാർഡിയം, ഓപ്ഷൻ ബി പ്ലൂറ, ഓപ്ഷൻ സി കൺജക്റ്റൈവ, ഓപ്ഷൻ ഡി ശ്ലേഷ്മസ്തരം. അത് ഓപ്ഷൻ ബി പ്ലൂറയാണ് കേട്ടോ. ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരട്ട സ്ഥലം പ്ലൂറ. ഇനി പേശികളില്ലാത്ത അവയവം ഏതാണ്? പേശികളില്ലാത്ത അവയവം ശ്വാസകോശമാണ് കേട്ടോ. ശ്വാസകോശം. ഇനി ഹൃദയത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? ഹൃദയത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം അത് പെരികാർഡിയം ആണ് കേട്ടോ. പെരികാർഡിയം. 76ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതല്ല? ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. മൂന്നാമത്തെ പ്രസ്താവന ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നീ പോഷക ഘടകങ്ങളെ ഹൃദയത്തിൽ എത്തിക്കുന്നു. നാലാമത്തെ പ്രസ്താവന പറയുന്നത് പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിൽ എത്തിക്കുന്നു. അപ്പം ഇവിടെ പോർട്ടൽ സിരയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഓപ്ഷൻ ബി 2ഉം 4 മാത്രമാണ് കേട്ടോ. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. എന്താണ് പോർട്ടൽ സിര? എന്താണ്? അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. ഇനി പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിൽ എത്തിക്കുന്നു. ഇനി ലോമികകളിൽ ആരംഭിക്കുകയും ലോമികകളിൽ അവസാനിക്കുകയും ചെയ്യുന്ന സിരയാണ് പോർട്ടൽ സിര. എന്താണ്? ലോമികകളിൽ ആരംഭിക്കുകയും ലോമികകളിൽ അവസാനിക്കുകയും ചെയ്യുന്ന സിര ഏതാണെന്ന് ചോദിച്ചാൽ അത് പോർട്ടൽ സിരയാണ് കേട്ടോ. പോർട്ടൽ സിര നേരിട്ട് ഹൃദയത്തിലേക്കല്ല രക്തം വഹിക്കുന്നത്, മറിച്ച് എവിടെയാണ്? കരളിലെ ക്യാപ്പിലാരി ബെഡുകളിലേക്കാണ് കേട്ടോ. പോർട്ടൽ സിര നേരിട്ട് ഹൃദയത്തിലേക്കല്ല രക്തം വഹിക്കുന്നത്, മറിച്ച് കരളിലെ ക്യാപ്പിലാരി ബെഡുകളിലേക്കാണ് കേട്ടോ. 77ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക്. ഓപ്ഷൻ എ മലപ്പുറം, ഓപ്ഷൻ
ബി തൃശ്ശൂര്, ഓപ്ഷൻ സി നിലമ്പൂര്, ഓപ്ഷൻ ഡി മങ്കട. അത് ഓപ്ഷൻ സി നിലമ്പൂരാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാല് അത് നിലമ്പൂരാണ്. ഇനി 78ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിലാണെങ്കിൽ എന്നാണ് വർഷം കൊടുത്തിട്ടില്ല കേട്ടോ. ഏത് വർഷമാണെന്ന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി കേട്ടോ. എന്താണ് മങ്കി പോക്സ് രോഗവ്യാപനത്തെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തീയതി എന്നാണ്? മങ്കി പോക്സ് അഥവാ എംപോക്സ് രോഗവ്യാപനത്തെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തീയതി എന്നാണെന്ന് വെച്ചാൽ അത് 2024 ഓഗസ്റ്റ് 14 കേട്ടോ. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു സൂണോട്ടിക് രോഗമാണ് എംപോക്സ് എന്ന് പറയുന്നത്. കുരങ്ങ് വസൂരി എന്നറിയപ്പെടുന്ന വൈറൽ രോഗമാണ് എംപോക്സ്. കുരങ്ങ് വസൂരി എന്നറിയപ്പെടുന്ന വൈറൽ രോഗം ഏതാണെന്ന് വെച്ചാൽ അത് എംപോക്സ് ആണ് കേട്ടോ. ഇനി 79ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം? ഓപ്ഷൻ എ ഗുജറാത്ത്, ഓപ്ഷൻ ബി ആസാം, ഓപ്ഷൻ സി സിക്കിം, ഓപ്ഷൻ ഡി ഒറീസ. അത് ഓപ്ഷൻ ബി ആസാം ആണ് കേട്ടോ. ഇന്ത്യയില് ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആസാം ആണ്. ഇനി 80ാമത്തെ ക്വസ്റ്റ്യൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി നാഗാലാൻഡ്, ഓപ്ഷൻ ഡി ബീഹാർ. അത് ഓപ്ഷൻ സി നാഗാലാൻഡ് ആണ് കേട്ടോ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചാല് അത് നാഗാലാൻഡ് ആണ്. അപ്പൊ നമ്മളിന്ന് 80 ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത് കേട്ടോ. നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.